നമസ്കാരം, 𝗩𝗶𝗱𝗏 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു ബ്ലോഗ് ലേഔട്ട് മാറ്റി കസ്റ്റമായിട്ടൊരു ലേഔട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ എല്ലാവരുടെയും ബ്ലോഗിൻ്റെ ലേഔട്ട് ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേഔട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു അത്യാവശ്യം കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള ഒരു ലേഔട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് പോസ്റ്റുകൾക്കായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് പേജസിൽ ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാൻ ബ്ലോഗ്സ് എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ടത് പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഒരു പ്ലഗിൻ നമുക്ക് ആഡ് ചെയ്യണം നമ്മുടെ ലേഔട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അതിനായിട്ട് പ്ലഗിൻസിൽ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബ്ലോഗ് ഡിസൈൻ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ ഫസ്റ്റ് വന്നേക്കണ പ്ലഗിൻ ഇല്ലേ, ഈ ന്യൂസ് ആൻഡ് ബ്ലോഗ് ഡിസൈനർ പാക്ക്, അത് ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ലേഔട്ടിനുള്ള പ്ലഗിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ലേഔട്ട് കാണാം. ഒരു 7 ലേഔട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം അതിൻ്റെ പ്രൊവേഷൻ പർച്ചേസ് ചെയ്താൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലേഔട്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ലേഔട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിവ്യൂ, ജസ്റ്റ് ഒരു പ്രിവ്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ ഒരു ലേഔട്ട് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഇതിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഡിസൈൻ 1 ഉണ്ട്, ഡിസൈൻ 2 ഉണ്ട്. ഡിസൈൻ 2 ചൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി കുറച്ചും കൂടി വൃത്തിയായ പോലെ എനിക്ക് തോന്നി. പിന്നെ ഗ്രിഡ് തന്നെ നോക്കുകയാണെങ്കിൽ ഗ്രിഡ് പലതരം ഉണ്ട്. ഗ്രിഡ് 1 ആണെങ്കിൽ ഒരു ലൈൻ വെച്ച് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഒരു ലൈനിൽ അങ്ങനെ. ഗ്രിഡ് 2 ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈനിൽ തന്നെ 2 പോസ്റ്റ് വെച്ച് നമുക്ക് കാണും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഉണ്ടോ പോസ്റ്റ് ഡേറ്റ്, നമുക്ക് പോസ്റ്റ് ആഡ് ചെയ്ത ഡേറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഡേറ്റ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഓത്തറിനെ കാണിക്കണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടാന്നുള്ളതാണെങ്കിൽ ഫോൾസ് എന്നുള്ള ഓപ്ഷൻ ആയി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കാണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കണ ലേഔട്ടിൻ്റെ ഷോർട്ട് കോഡ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഞാനത് കോപ്പി ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പേജിലേക്ക് എല്ലാം പേജസിൽ ഓൾ പേജസ് ഞാനൊരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ്സ് എന്നുള്ള പേജ് ഞാൻ എഡിറ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിത് എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗ് പേജ് ഇതാണ്. ഇനി ഇതിൽ ഞാൻ പുതിയൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ പ്ലസ് ബട്ടൺ നിൽക്കി എന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് പുതിയൊരു വിഡ്ജറ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ നിൽക്കാം. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം, ഷോർട്ട് കോഡ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഷോർട്ട് കോഡിൻ്റെ ഈ ഒരു വിഡ്ജറ്റ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ആ ഷോർട്ട് കോഡ് നേരത്തെ കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. കണ്ടു. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗ് പേജിൻ്റെ നമ്മൾ ഒരു പ്രിവ്യൂ മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ബ്ലോഗ് പേജ് ഡിസൈൻ എങ്ങനെയാണോ അതല്ലാതെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തൊരു ലേഔട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. അത് ഞാൻ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്ലോഗ് ഹോമിൽ കയറി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലോഗിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലോഗ്സ് വന്നിട്ടില്ല. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ മെനു കയറിയിട്ട് എന്നിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജ് ആഡ് ചെയ്യാണ്. ബ്ലോഗ്സ് എന്നുള്ള ഈ പേജ് ആഡ് ടു മെനു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് എന്നുള്ള പേജ്. അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മെനുവിലേക്ക് പേജസ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗ് പേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് സേവ് ചെയ്യാണ്. സേവ് മെനു എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ മെനു സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് നമ്മുടെ വെബ്സൈറ്റ് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗ് എന്നുള്ള സെക്ഷൻ വന്നിട്ടുണ്ട്. ആ പേജ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗിൻ്റെ ഡിസൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി റീഡ് മോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗ് ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഞാൻ പുതിയൊരു ബ്ലോഗ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ പോസ്റ്റിൽ ഡാഷ്ബോർഡിൽ ചെന്നിട്ട് പോസ്റ്റിൽ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ബ്ലോഗ് 5 എന്നുള്ളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ടെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഇമേജും ആഡ് ചെയ്യാണ്. അതിനായിട്ട് റെഡി പ്ലസ് ബട്ടൺ നിൽക്കിയിട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മീഡിയ ലൈബ്രറിയിൽ നിന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ബ്ലോഗ് പബ്ലിഷ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇപ്പോൾ ബ്ലോഗ് 5 എന്ന് ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് ഇതിൽ ആഡ് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, കണ്ടോ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ ഇമേജസ് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ പോസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു തംബ്നെയിൽ നമ്മുടെ പോസ്റ്റിൻ്റെ അകത്തുള്ള ഇമേജ് വരേണ്ടതായിരുന്നു. അത് നേരത്തെ പ്രിവ്യൂ നോക്കിയപ്പോഴും ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പേജിലും ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് പേജിൽ നമ്മൾ ബ്ലോഗ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഫ്യൂച്ചേർഡ് ഇമേജും കൂടി ആഡ് ചെയ്യണമായിരുന്നു. അത് നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ബ്ലോഗ്സിൽ ചെല്ലാം. അതിനായിട്ട് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഓൾ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഒരു ബ്ലോഗ് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ബ്ലോഗ് 1 എന്നുള്ള ബ്ലോഗ് എഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിലുള്ള ഇമേജ്. ഇനി എനിക്ക് ഇതിൻ്റെ ഫ്യൂച്ചേർഡ് ഇമേജ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ പോസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഫ്യൂച്ചേർഡ് ഇമേജ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ സെറ്റ് ഫ്യൂച്ചേർഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് തന്നെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ഫ്യൂച്ചേർഡ് ഇമേജ് എന്ന് കൊടുത്തു. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടോ അതിന് ഫ്യൂച്ചേർഡ് ഇമേജ് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതിന് എല്ലാത്തിലും വരാനായിട്ട് ഞാൻ എല്ലാത്തിനും ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാ പോസ്റ്റിലും ഓരോ ഫ്യൂച്ചേർഡ് ഇമേജ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ബ്ലോഗ് പേജിൻ്റെ ലേഔട്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കിതിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹെഡറിൻ്റെ ഒപ്പം ഭയങ്കരമായിട്ട് ചേർന്നാണ് നമ്മുടെ ഈ സെക്ഷൻ കിടക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ സെക്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പാഡിങ്ങും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യം ഈ ലിങ്ക് വാല്യൂ 2 ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ഞാൻ കൂട്ടി ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. സോറി, ഇത് 0 ആക്കിയിട്ട് പാഡിങ് ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ പാഡിങ് ഒരു 50 കൊടുക്കാം. ഓക്കെ, 50 കൊടുത്തു. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നോക്കിയാൽ അത്യാവശ്യം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഓക്കെ, ഇനി നമ്മുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പേജ് ഞാനൊന്ന് വ്യൂ ചെയ്യാം. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ളൊരു ബ്ലോഗ് പേജ് മാറ്റിയിട്ട് നമ്മൾ കസ്റ്റമായിട്ടൊരു ബ്ലോഗ് പേജ് അതുപോലെ അതിൻ്റെ ഒരു ലേഔട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിഫോൾട്ട് ബ്ലോഗ് പേജ് മാറ്റേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ അല്ലാണ്ട് നമ്മൾ നേരത്തെ ആ പ്ലഗിനിൽ ഒരുപാട് ഡിസൈൻ കണ്ടില്ല. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയൊരു 6 കൂടി കാണാം. 5 ഇനി കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തോ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്താൽ അതിൽ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.